ഹലോ ഡിയേഴ്സ്, സൂപ്പർ കൺമണി സീരിയലിലെ ഏറ്റവും പുതിയ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആന്റിയമ്മയെ കയ്യിലെടുക്കാൻ വേണ്ടി മാനസ അവരെ വിളിക്കുന്നുണ്ടായിരുന്നു. മാനസയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവരുടെ മനസ്സ് സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും നിറയുന്നുണ്ട് കേട്ടോ. ആ പഴയ സ്നേഹം കാണിച്ചുകൊണ്ട് തന്നെ അവര് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കമ്പനിയിലെ ഇഷ്യൂവിനെ കുറിച്ചൊക്കെ മാനസ സംസാരിക്കുമ്പോൾ കുറ്റം ചെയ്തവരാരായാലും അവരെ ശിക്ഷിക്കപ്പെടുന്നൊക്കെ തന്നെ ആന്റിയമ്മ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആകെ മാനസയ്ക്ക് ആകെ നിരാശയാവുന്നുണ്ട്, ടെൻഷനും ആവുന്നുണ്ട്. മാനസ നിർത്തി ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് സാഗറിനോട് മാനസയെ അനുകൂലിച്ചിട്ട് തന്നെ ആന്റിയമ്മ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കൺമണിക്ക് മാനസയോടുള്ള ഈഗോ കൊണ്ട് അങ്ങനെ സംസാരിച്ചു കൂടെ എന്നൊക്കെ സാഗറിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ സാഗറിന് അതിന് മറുപടി ഒന്നും പറയാനും പറ്റുന്നില്ല. സുജാതയുടെ ആയി കൺമണി കമ്പനിയിൽ വലിയ ആളാണെന്നാണ് ഭാവം. MD ചെയർമാനേക്കാൾ വലിയ അധികാരം അവൾക്കുണ്ട് അവിടെ. മാനസയെ ചോദ്യം ചെയ്യാൻ അവൾക്ക് എന്താ അവകാശം? ഇതൊക്കെ തുടക്കത്തിലെ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാകുക എന്ന് കണ്ടറിഞ്ഞ് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സുജാത തല താഴ്ത്തുന്നുണ്ട്. സാഗറിനാണെങ്കിലും മറ്റൊന്നും പറയാൻ കഴിയാതെയായി. പിന്നീട് എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ അമ്മായിയും മോളും ഒറ്റക്കെട്ടാണല്ലേ എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ ഇക്കാര്യത്തിൽ അതേ ഏട്ടത്തി എന്ന് പറയുന്നുണ്ട് കൺമണി. പിന്നീട് മാനസയെ ആരാണെന്നറിയില്ല ധനലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടതെന്നും ഇക്കാര്യമൊക്കെ വിജയിക്കുമെന്നൊക്കെ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്. പിന്നീട് എന്തോ ഒരു കാര്യം ആലോചിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കൺമണി. കൃഷ് വന്നപ്പോൾ ആന്റിയമ്മ മാനസയ്ക്ക് അനുകൂലമായി സംസാരിച്ചപ്പോൾ കൃഷ് ആന്റിയമ്മയ്ക്കിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ.